നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമയല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ അടിമയാവുക എന്ന ആ മഹത്വം നമ്മൾ റസൂലിന് വകവെച്ചു കൊടുക്കുകയാണ്. റസൂലിന്റെ അടിമ എന്നാണ് നമ്മൾ പറയുന്നത്. അത് തെറ്റാണ്, അത് ഖുർആൻ വിരുദ്ധമാണ്, അത് ഹദീസുകൾക്ക് വിരുദ്ധമാണ്, അത് നരകത്തിലേക്കുള്ള പരിപാടിയാണ്, ശിർക്കാണ് എന്നൊക്കെ പറയും മുജാഹിദുകൾ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരൊറ്റ വാക്ക് മാത്രം പറയട്ടെ സഹോദരന്മാരെ. അബ്ദുകൽ മിസ്കീനു എന്ന് പറഞ്ഞ് അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗാഫീറു. നബിയേ, അങ്ങയുടെ വിനീതനായ വിനയാന്വിതനായ സേവകനായ ഞാൻ യർജു ആഗ്രഹിക്കുന്നു, ഫളലക അങ്ങയുടെ ആ ഔദാര്യം ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. ഇതാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. അബ്ദ് എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹുവിന്റെ അടിമ എന്ന ആ അർത്ഥത്തിലുള്ള ഒരടിമ എന്നല്ല ഇതിന്റെ അർത്ഥം. ഈ പ്രയോഗം മൗലിദിൽ മാത്രമല്ല, ഹദീസ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിന്റെ 1-ാമത്തെ വാല്യം 126-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയുള്ള സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, കുന്തു അബ്ദഹു വഖാദിമഹു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അബ്ദായിരുന്നു, വഖാദിമഹു സേവകരുമായിരുന്നു. ഇവിടെ അബ്ദ് എന്ന അടിമ അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥത്തിലുള്ള അടിമയല്ല. അബ്ദ് എന്ന പ്രയോഗം സ്വഹാബികളൊക്കെ റസൂലിനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ അബ്ദ് എന്ന് പ്രയോഗിച്ചത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കും. ഫകുന്തു അബ്ദഹു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടിമയായിരുന്നു, അബ്ദായിരുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥമൊന്നുമില്ല, അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമല്ല. ഞാൻ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന ഒരു വിനീതനായ സേവകനാണ് എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. അപ്പൊ ഹദീസിലൊക്കെ വന്ന പദപ്രയോഗമാണ്, അതാ നമ്മൾ മൗലിദിൽ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് മാത്രം അത് ശിർക്ക് വരികയില്ല. സഹോദരന്മാരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പരാമർശമാണ്, അറിയോ നിങ്ങൾ, നബി സല്ലല്ലാഹു, നമ്മുടെ മൗലിദുകളിലൊക്കെ കാണുന്ന ഒരു സംഗതിയാണ് എന്തെന്നറിയോ? എല്ലാ മൗലിദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ അത്യത്ഭുതങ്ങൾ ഉണ്ടായി, അല്ലേ? നമുക്കറിയാം, സാവതടാകം വറ്റിപ്പോയി, വിഗ്രഹങ്ങൾ തലകുത്തി വീണു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കാണാം. എന്നാൽ അതൊന്നും ശരിയല്ല, അതൊക്കെ ശുദ്ധ കളവാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് മുജാഹിദുകളും പറയും. അല്ല സഹോദരന്മാരെ, ആ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മസമയത്തുണ്ടായി പറയപ്പെടുന്ന അത്ഭുതങ്ങൾ ഏതുണ്ടോ അതൊക്കെയും പ്രമാണങ്ങളിൽ, ഹദീസുകളിലും ചരിത്രങ്ങളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ മാത്രമാണ് നബിയും പ്രസവിച്ച് വീഴുന്നത്, അത്ഭുതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മുജാഹിദുകൾ നാഴികക്ക് 40 വട്ടം ഇപ്പോൾ ഓരിയിടുന്നത് കാണാം. അവരുടെ കാസറ്റുകളിൽ ഇത് ലഭ്യമാണ്. എന്നാൽ ഇത് നോക്കൂ നിങ്ങൾ, ഇത് മുജാഹിദുകൾ പഴയ കാലത്ത് അച്ചടിച്ചു വിട്ട പുസ്തകമാണ്. പ്രവാചകന്മാർ എന്ന പേരിൽ 4-ാം തരത്തിലേക്ക് കേരള നദുവത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡ് മുജാഹിദ് സെന്റർ കോഴിക്കോട് 2-ൽ നിന്ന് അച്ചടിച്ചു വിട്ട ഈ പുസ്തകം. ഇതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ കുറിച്ച് പറയുകയാണ്. നബിയെ പ്രസവിച്ച ദിവസവും മുല കൊടുക്കുന്ന കാലത്തും അതിന്റെ ശേഷവും സാധാരണ കുട്ടികളിൽ കാണാത്ത പല അത്ഭുത വിശേഷങ്ങളും കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സമയത്തും ജനിച്ച ദിവസവും മുല കൊടുക്കുമ്പോഴും അതിന് ശേഷമൊക്കെ സാധാരണ കുട്ടികൾക്കില്ലാത്ത പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അസാധാരണ വ്യക്തിത്വമാണ്, അസാധാരണ രൂപത്തിലായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനമെന്ന് മുജാഹിദുകൾ തന്നെ സമ്മതിക്കുന്നു. ഇനി സഹോദരന്മാരെ, മറ്റൊരു കാര്യമാണ് നമുക്ക് കാണാം, നമ്മളെ മാലകളിലും നമ്മളെ മൗലിദുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും സലാമും ഒക്കെ നമ്മൾ പദ്യമായിട്ട് ചെല്ലാറുണ്ട്. മുജാഹിദുകൾ അതിനെ പരിഹസിക്കും. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം നമ്മൾ ചെല്ലാറുണ്ട്.
റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട രൂപം റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? മുജാഹിദ് പറയും, നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് തുടങ്ങിയ ആ സ്വലാത്തുണ്ടല്ലോ, അതാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. അതല്ലാതെ പദ്യമായിട്ട് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലൂ, ആരെങ്കിലും സലാം ചൊല്ലൂ എന്നൊക്കെ ചോദിച്ച് മുജാഹിദുകൾ കൊച്ചാക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. എന്താണ് ഇതിന് തെളിവ്? മുജാഹിദ് ചോദിക്കാറുണ്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. റസൂലുള്ളാഹിനെ വിളിച്ച് നമ്മൾ പദ്യമായി സലാം പറയാറുണ്ട്. മുജാഹിദ് പരിഹസിക്കും. അതിന് അങ്ങനെ ആരെങ്കിലും സലാം പറയോ? നമ്മൾ ആരെങ്കിലും ചെല്ലാറുണ്ടോ? കുട്ടികളെ സലാം അലൈക്കും, മോലേരെ സലാം അലൈക്കും. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും സലാം പറയാറുണ്ടോ എന്നാ മുജാഹിദ് ചോദിക്കാറ്. നമ്മൾ പള്ളിയിലെ മോലേരെ കാണുമ്പോ മോലേരെ സലാം അലൈക്കും ഇങ്ങനെ പദ്യമായിട്ട് ചെല്ലാറുണ്ടോ? നമ്മൾ ആരെങ്കിലും കുട്ടികളെ ബാപ്പാരെ കാണുമ്പോ ബാപ്പാരെ സലാം അലൈക്കും ഇങ്ങനെ പദ്യമായി ഉരുവിടാറുണ്ടോ? എന്താണ് ഓരോ ചോദ്യം നോക്കി പരിഹസിക്കുക തന്നെ. അപ്പൊ ഇതിനൊന്നും ഒരു തെളിവുമില്ല എന്ന് പറയാറുണ്ട്. സഹോദരന്മാരെ, വിശദമായി ഇറങ്ങാനും പറയാനും സമയമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബികൾ അവരിതാ അള്ളാഹുവിന്റെ റസൂലിനെ പദ്യമായിട്ട് തന്നെ സ്വലാത്തും സലാമും ഒക്കെ പറയുന്ന നൂറുകണക്കിന് ഹദീസുകൾ നമുക്ക് കാണാം. പക്ഷെ പറയുന്ന മൗലവിമാർക്ക് വിവരം വേണ്ടേ, പ്രമാണം പരതണ്ടേ? അത് പരതൂല. എന്നിട്ട് ആളുകളെയും റസൂലിനെയും പരിഹസിക്കുകയാണ്. കുട്ടികളെ സലാം അലൈക്കും, മോലേരെ സലാം അലൈക്കും. നിങ്ങൾ ഇങ്ങനെ സലാം പറയാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ മുന്നിലിരിക്കുന്ന മുജാഹിദുകൾ കഥയില്ലാത്തവരല്ലേ, അവരിങ്ങനെ കുലുങ്ങി ചിരിച്ചു കൊടുക്കും. കഥ അത്രയല്ലേ ഉള്ളൂ. എന്നാ പ്രമാണങ്ങളിൽ എന്ത് പറയുന്നു സഹോദരന്മാരെ? അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച മഹദിയായ സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സലാം പറയുകയാണ്, സലാത്ത് ചൊല്ലുകയാണ്. നോക്കൂ നിങ്ങൾ, അലൈക മിനല്ലാഹി സലാമു തഹിയതൻ വഉദ്ഖിൽത ജന്നാത്തിൻ മിനൽ അദ്നി റാദിയാ. സഫിയ്യ ബീവി റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നു, അലൈക മിനല്ലാഹി സലാമു തഹിയതൻ വഉദ്ഖിൽത ജന്നാത്തിൻ മിനൽ അദ്നി റാദിയാ. നബിയേ, അങ്ങയുടെ മേലിൽ അല്ലാഹുവിൽ നിന്നുള്ള സലാം ഉണ്ടായിരിക്കട്ടെ നബിയേ. പദ്യമാണ് ഇത്. ചെയ്യുന്നത് ആരാ? സമസ്തക്കാരല്ല, മഹദിയായ സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരിയല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു സ്വലാത്തും സലാമും പദ്യമായി ഉരുവിടുകയാണ്. ദാമത്ത് സ്വലാത്തുൻ വതബ്, ദാമത്ത് സ്വലാത്തുൻ വതസ്ലീമും വതബ്ജീലു അലൻ നബിയ്യി വതശ്രീഫും വതഫ്ളീലു. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തും സലാമും പദ്യമായി ഉരുവിടുകയാണ്. പറയുന്നത് ആരാ? സ്വഹാബിയായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. ഇനി നിങ്ങൾക്കറിയണോ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കിതാബു സുഹുദിൽ ഉദ്ധരിക്കുന്ന ആ ഒരു സംഭവം കാണാം, ഹദീസ് കാണാം. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ അദ്ദേഹം തന്റെ ഭരണപ്രദേശത്തുകളിലൂടെ ഇങ്ങനെ റോന്തു ചുറ്റുകയാണ്. തന്റെ നഗരത്തിൽ മദീനയിൽ പട്ടിണിപ്പാവങ്ങളായി ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി റോന്തു ചുറ്റുമ്പോ അതിക്രമങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി റോന്തു ചുറ്റുമ്പോ അതാ അങ്ങകലെ ഒരു വീട്ടിൽ നിന്ന്, ഒരു കുടിലിൽ നിന്ന് ഒരു ചെറിയ വിളക്കിങ്ങനെ വിളക്കിന്റെ പ്രകാശം കാണുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അർദ്ധരാത്രി സമയത്ത് എന്താണ് അവിടെ ഒരു വിളക്ക് കാണുന്നത്, വെളിച്ചം കാണുന്നതെന്ന് ഓർത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വയസ്സായ സ്ത്രീ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ മുബാറക് തന്റെ കിതാബു സുഹുദിൽ ഉദ്ധരിക്കുകയാണ്.
ഒരു വയസ്സായ സ്ത്രീ അവിടെ വെച്ച് റസൂലുള്ളാന്റെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുകയാണ്, റസൂലുള്ളാന്റെ പേരിൽ സലാം ചെല്ലുകയാണ്, റസൂലുള്ളാന്റെ മൗലിദ് ഓതുകയാണ്. ആ സഹോദരി അവിടെ വെച്ച് ഇങ്ങനെ പാടുന്നു, അലാ